എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുകയാണ്. നമ്മൾ കണ്ട ഈ ഒരു സ്കിറ്റിൽ പോലും ഒരു പൂർണ്ണമായ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്. ഒരു കൈക്കുഞ്ഞ് പോലും ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തിലേക്ക് പങ്കുകാരാകുകയാണ്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആഘോഷത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. അപ്പം പഴയ നിയമ പുസ്തകത്തിലൊക്കെ നമ്മൾ ഒരു കലഹത്തിൻ്റെ കഥ കാണുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കലഹത്തിൻ്റെ പുസ്തകമായിട്ട് പഴയ നിയമ പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവം എത്രയധികമായി മനുഷ്യനെ സ്നേഹിച്ചിട്ടും അവൻ സ്വാർത്ഥമായ താല്പര്യങ്ങളെ പ്രതി ദൈവത്തിൻ്റെ കൽപ്പനകൾ തെറ്റിച്ച് ജീവിക്കുന്നൊരു രീതി നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ കാണുന്നു. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കലഹത്തിൻ്റെ പുസ്തകമായിട്ട് പഴയ നിയമം മാറുകയാണ്. ദൈവം ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കുന്നതായിട്ട്, മനുഷ്യനെ വീണ്ടും രക്ഷയിലേക്ക് നയിക്കുവാൻ പദ്ധതികൾ ഒരുക്കുന്നതായിട്ട് കാണുകയാണ്. ഇത്രയേറെ മനുഷ്യനെ സ്നേഹിച്ച ദൈവം മനുഷ്യനെ കൈവിടാതെ അവരെ വീണ്ടും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അവസാനം തൻ്റെ ഏറ്റവും വലിയ ഒരു സ്നേഹ പദ്ധതി പൂർത്തീകരിക്കുകയാണ്. തൻ്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തൻ്റെ പ്രിയപുത്രൻ എന്നത് ആദിയിൽ വചനമായി ദൈവത്തോട് ഒപ്പമായിരുന്നവൻ, വചനമായിരുന്നവൻ, ദൈവമായിരുന്നവൻ മനുഷ്യനോട് ഒപ്പം നടക്കുവാനായിട്ട്, ബലഹീനനായ മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുവാൻ, അവന് തിന്മയുടെ അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നുമൊക്കെ രക്ഷിച്ച് പ്രകാശത്തിലേക്ക് നയിക്കുവാനായിട്ട്, തോളോട് തോള് ചേർന്ന് നടക്കുവാൻ, സങ്കടങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ ആശ്രയിക്കുവാൻ, തോളിൽ കൈയിട്ട് നടക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട് തൻ്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. ക്രിസ്മസ് ദിനത്തിൽ ഒരു ചെറിയ മെസ്സേജായിട്ട് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു മെസ്സേജിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പറയുകയാണ്. അതിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളാണ് ക്രിസ്മസ്, നിങ്ങൾ ഓരോരുത്തരുമാണ് ക്രിസ്മസ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസ് എന്നത് പുതിയൊരു ജനനമാണ്, പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള ഒരു ജനനം. നമുക്ക് ബൈബിളിലൊക്കെയും ഇങ്ങനെ ഒരു പുതിയ ജനനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ മനുഷ്യൻ പുതിയതായിട്ട് മാറുകയാണ്. ക്രിസ്തുവിന്റെ കടന്നുവരവ് അവരുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഒരു പുതിയ ജനനം എല്ലാവർക്കും നൽകപ്പെടുകയാണ്. പരിശുദ്ധ കന്യകാമറിയവും ഔസേപിതാവും ഒക്കെ ചേരുന്ന ആ ഒരു കുടുംബം തിരുകുടുംബമായിട്ട് മാറുന്നത് ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ സക്കേബൂസിന്റെ ഭവനത്തിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട്, ഒരു ക്രിസ്മസ് ആയിട്ട് ആ മനുഷ്യൻ മാറുകയാണ്. പാപിനിയായ സ്ത്രീ പാപത്തിന്റെ എല്ലാ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിന്റെ ഇടപെടൽ അവളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ ഒരു സത്രമെന്നോണം ജീവിച്ച അവള് ക്ഷേത്രമായിട്ട്, പ്രാർത്ഥനയുടെ അനുഭവമായിട്ട് മാറുകയാണ്. അങ്ങനെ ഓരോ മനുഷ്യനും ക്രിസ്തുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ക്രിസ്മസ് ആയിട്ട് മാറുകയാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നതും എല്ലാ മനുഷ്യരും ക്രിസ്മസിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുക, എല്ലാ മനുഷ്യരും നക്ഷത്രങ്ങളാണ്, ക്രിസ്മസിന്റെ നക്ഷത്രങ്ങൾ. ക്രിസ്മസിന്റെ നക്ഷത്രം എന്നത് ക്രിസ്തുവിലേക്ക് എല്ലാവരെയും നയിച്ച ഒരു വഴികാട്ടിയാണ്. എല്ലാവർക്കും പ്രകാശമായിട്ട് ഉദയം ചെയ്ത ഒരു നക്ഷത്രം. രക്ഷയിലേക്ക് എല്ലാ മനുഷ്യരെയും നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഒരു നക്ഷത്രം. എല്ലാ മനുഷ്യരും ഈ ഒരു നിയോഗം ഏറ്റെടുത്തവരാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവര്, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരായിട്ട് മാറുവാനും ക്രിസ്തുവിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നവരായിട്ട് മാറണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല്. ഒപ്പം പറയുക, എല്ലാ മനുഷ്യരും ക്രിസ്മസിന്റെ മാലാഖമാരാണ്. ക്രിസ്മസിന്റെ മാലാഖമാര് ക്രിസ്തുവിന്റെ അനുഭവം ജീവിതത്തിലേക്ക് പേറുന്നവരാണ് ഓരോ ക്രിസ്ത്യാനി. കൂദാശകളിലൂടെ, വചനത്തിലൂടെ, മറ്റു വഴികളിലൂടെയൊക്കെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ആ സ്നേഹ സന്ദേശവും സ്നേഹദൂതുമൊക്കെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനായിട്ട് മാലാഖമാരായി മാറണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാന മാലാഖമാരായ മിഖായേലും റാഫേലും അതുപോലെ തന്നെ ഗബ്രിയേലും ഒക്കെ ചില ദൗത്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, മിഖായേൽ ചെയ്യുന്നത് തിന്മകൾക്കെതിരെ പോരാടുകയാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെ മനുഷ്യന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും പോരാടുന്ന ഒരു മാലാഖ. ആ മാലാഖയെ പോലെ തിന്മയ്ക്കെതിരെ പോരാടുവാൻ നമുക്ക് സാധിക്കട്ടെ. റാഫേൽ മുറിവുണക്കുന്നവനാണ്.
ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടിലും മുറിവുകളോടെ ജീവിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും ഈ ക്രിസ്മസ് രാവ് പ്രകാശമായി മാറണം, രക്ഷയായി മാറണം, അനുഭവമായിട്ട് മാറണം, സമാധാനമായിട്ട് മാറണം. അതിന് ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലേക്ക് റാഫേലിനെ പോലെ ഇടപെടുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഗബ്രിയേൽ ദൂതൻ എല്ലാവർക്കും മംഗളവാർത്ത അറിയിച്ചവനാണ്. അവൻ എല്ലാവരിലേക്കും ക്രിസ്തുവിന്റെ പ്രകാശം പകർന്നു കൊടുത്തു. പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പ് പിതാവിനും ഇടയന്മാർക്കുമൊക്കെ ഒരു രക്ഷകനായി ദൈവത്തിന്റെ അനുഭവത്തെ പകർന്നു കൊടുത്തവനാണ്. നമ്മളും ഈ ക്രിസ്മസിലൂടെ കടന്നുപോയി ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു. അതിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു, സമാധാനം അനുഭവിക്കുന്നവരായി മാറുന്നു. ഇങ്ങനെ എല്ലാവരിലേക്കും ഇങ്ങനൊരു ദൈവമുണ്ടെന്ന് പകർന്നു കൊടുക്കുവാൻ, ആ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസ് ഈവ് അങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. പഴയ മനുഷ്യനെ ഒന്ന് പുതുക്കുവാനും പുതിയൊരു ജന്മത്തിലേക്ക് എല്ലാ മനുഷ്യരും മാറുവാനും അങ്ങനെ സകല മനുഷ്യരും സ്വർഗരാജ്യത്തിലേക്ക് കൈപിടിച്ച് പ്രവേശിക്കുവാനും ക്രിസ്തുവിനോടൊപ്പം മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഒക്കെ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പ്രത്യേകിച്ച് ബിജിനച്ചനെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഇവിടേക്ക് ക്ഷണിക്കുകയും ഞങ്ങളുടെ കൊയറിന്റെ ഒരു ചെറിയ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുവാനായിട്ടുള്ള അവസരം നൽകുകയും ഒക്കെ ചെയ്തു. ബിജിനച്ചൻ ഞാൻ കിഴക്കൂറം പള്ളി തിരുനാളിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രദക്ഷിണം എത്തിയപ്പോൾ ഞങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യുകയാണ്. അന്ന് മുതൽ അച്ഛൻ ഓരോ പ്രോഗ്രാമിന് എന്നെ ക്ഷണിക്കാറുണ്ട്. അന്നൊരു ഫുഡ് ഫെസ്റ്റിനും അച്ഛൻ എന്നെ ക്ഷണിച്ചു. പക്ഷെ അന്നത്തെ ഒരു ചെറിയ തിരക്കിനിടയിൽ അന്ന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് ഉറപ്പായിട്ടും എത്തണമെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ ഇന്ന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു, ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഈ ദിവസം എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ബിജിനച്ചനും മറ്റ് എല്ലാ ദേവാലയത്തിലുള്ള അംഗങ്ങൾക്കും മറ്റ് വൈദികർക്കും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.